പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വെള്ളാനയായ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഉമാ ഗജപതി രാജു അഭിപ്രായപ്പെട്ടത് സർക്കാരിന് ഏറെ കയ്യടി നൽകിയിരുന്നു. അതേസമയം പ്രതിരോധ മേഖലയിലും ഖനന രംഗത്തും നിയന്ത്രണരഹിതമായ സ്വകാര്യവൽക്കരണ നീക്കങ്ങളുമായി സർക്കാർ രംഗത്തെത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഏറ്റവുമധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് മേഖലയുടെ യുദ്ധരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഈ രാഷ്ട്രങ്ങളിലെ ആയുധ നിർമ്മാതാക്കൾ കൂട്ടത്തോടെ ഇന്ത്യയിലെത്തുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി തുടക്കമിട്ട സാർക്ക് മേഖലയിലെ സമാധാന നീക്കങ്ങൾ ജലരേഖയായി മാറാനിടയുണ്ട്. അന്താരാഷ്ട്ര ആയുധ കമ്പനികൾ ഇന്ത്യയുടെ ഖജനാവ് ചോർത്തുന്നതിനു പകരം ആയുധ മേഖലയിൽ ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരാൻ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി ചില നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ഇന്ത്യൻ ആയുധങ്ങൾക്ക് വിദേശ മാർക്കറ്റിൽ ആവശ്യക്കാർ കൂടി വരുന്നതായി സ്ഥാനമൊഴിയുന്ന അവസരത്തിൽ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. വരും വർഷങ്ങളിൽ കുറച്ചുകൂടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളുടെ ശതമാനം വർദ്ധിക്കും. ആ ട്രെൻഡ് വന്നു. റെയിൽവേ, അതിവേഗ ട്രെയിനുകൾ, നഗരാന്തര ഇടനാഴിപ്പാതകൾ മുതലായവയിലും കേന്ദ്ര സർക്കാർ വിദേശ നിക്ഷേപത്തിന് നീക്കം നടത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യ കൈമാറാൻ ഒരുക്കമാണെങ്കിൽ വിദേശ നിക്ഷേപത്തിന്റെ നിലവിലുള്ള പരിധി 49% നിന്ന് 76 ആക്കുന്നതിനെക്കുറിച്ചും മോദി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലി നേരിട്ട് പ്രതിരോധ സാമ്പത്തിക വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങൾ സർക്കാരിന് തലവേദനയുണ്ടാക്കില്ലെന്നാണ് സൂചന. മീഡിയ 1 ന്യൂഡൽഹി.